നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. യെശയ്യാവ് 54. ദൈവത്തിന്റെ വചനം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന യെശയ്യാവ് 54 അധ്യായമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പല പ്രാവശ്യം ഈ ചർച്ചില് ദേവദാസനും നിങ്ങൾ പല പ്രസംഗങ്ങളും കേട്ടിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഇന്ന് നമ്മളോട് വീണ്ടും ഹല്ലേലൂയ, ഗോഡ് റിപ്പീറ്റ് ചെയ്യുന്ന ദൈവമാണ്. കാരണം നമ്മുടെ മേലുള്ള പ്രവചനങ്ങൾ വീണ്ടും നമ്മൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇത് പറയുന്നു, പ്രസവിക്കാത്ത മച്ചയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇത് യഹോവ അരുളി ചെയ്യുന്ന ആരോടാണ്? എ ബാരൻ വുമൻ. ഒരു ബാരൻ വുമനോട് പറയുകയാണ്, ഹല്ലേലൂയ, ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ ഹല്ലേലൂയ നീ ആർത്ത് ഘോഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന ഓരോ ദൈവം പ്രൊഫറ്റിക് ആക്ഷന്റെ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ തുടക്കം മൂലം ജെനസിസ് മൂലം നിങ്ങൾ നോക്കിക്കോ, ദൈവം വിളിച്ച ഓരോ പ്രോഫറ്റ്സ്, ദൈവം വിളിച്ച ഓരോ മനുഷ്യരെ കൊണ്ടും ദൈവം പ്രൊഫറ്റിക് ആക്ഷൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രൊഫറ്റിക് ആക്ഷനെ കുറിച്ച് ഒരു ദിവസം ഒരു മെസ്സേജ് തന്നെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനു വേണ്ടി ആധാരമായിട്ട് ഞാനൊരു ഇതല്ല എൻ്റെ മെസ്സേജ്. പക്ഷെ രണ്ട് രാജാക്കന്മാർ 13 അധ്യായം നിങ്ങളൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് പറയുന്ന മെസ്സേജ് നമ്മൾ ചുമ്മാ കേട്ടു പോയല്ല. അല്ലല്ല, ചില പ്രൊഫറ്റിക് ആക്ഷൻസിലൂടെ ഒക്കെ നിങ്ങൾ കേൾക്കണം. അല്ലല്ല, കൈയടിയോടുകൂടി എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ഏറ്റെടുക്കാൻ കഴിയുന്ന എഴുന്നേറ്റ് ഓടാൻ കഴിയുന്നവർ ഓടണമെന്ന് ഞാൻ പറയണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അങ്ങനെയുള്ള സഭകളിലൊക്കെ പോയിട്ടുണ്ട്. ഹല്ലേലൂയ, അവരുടെ അനുഗ്രഹങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഓരോ പ്രൊഫറ്റിക് ആക്ഷൻ നമ്മൾ ചുമ്മാ ഇങ്ങനെ കൈകെട്ടി ഹല്ലേലൂയ ഇരുന്ന് പോവല്ല. ഓരോ പ്രൊഫറ്റിക് ആക്ഷൻ, ഓരോ വചനങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതേ സമയത്ത് പിടിച്ചെടുക്കുന്നത്, ഹല്ലേലൂയ, ആ ഒരു അനോയിന്റിങ്ങിൽ, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പിടിച്ചെടുക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഏറ്റവും അനുഗ്രഹമാണ്. നമ്മൾ വീട്ടിൽ പോയി പിന്നെ ധ്യാനിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ആ ഒരു വചനങ്ങൾ ഏറ്റെടുത്താൽ ഹല്ലേലൂയ, അത് ഭയങ്കര ഒരു വിടുതലായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 2 Kings 13:14 മുതൽ. ആ കാലത്ത് എലീശ മരണഹേതുവായി രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് തന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിന്മീതെ കുനിഞ്ഞ് കരഞ്ഞു, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് പറഞ്ഞു. എലീശ അവനോട് അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു. അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വെക്കുക എന്ന് പറഞ്ഞു. അവൻ കൈ വെച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്കുക എന്ന് അവൻ പറഞ്ഞു. അവൻ അത് തുറന്നപ്പോൾ എയ്യുക എന്ന് എലീശ പറഞ്ഞു. എയ്തപ്പോൾ അവൻ അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമെന്ന് എലീശ പറഞ്ഞു. അമ്പെടുക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ എടുത്തു. നിലത്തടിക്ക എന്ന് അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ച് നിർത്തി. ഹല്ലേലൂയ, സ്തോത്രം. എലീശ അതിനുശേഷം പറയാനാണ്, അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു. നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു, എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമായിരുന്നു. ഇപ്പോഴോ നീ അരാമ്യരുടെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ 5-6 പ്രാവശ്യം ചെയ്തിരുന്നെങ്കിൽ അശേഷമായ ആ ഒരു ജനത്തെ തന്നെ അന്ന് നീക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അവന്റെ പ്രൊഫറ്റിക് ആക്ഷൻ ചുരുക്കിയത് കൊണ്ട്, ഹല്ലേലൂയ, അതിന്റെ ഏറ്റവും അവസാനം, ഞാൻ അതിൻ്റെ ബാക്കി എല്ലാ വചനങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്യാം. അതിന്റെ ഏറ്റവും അവസാന വചനം, 3 പ്രാവശ്യം യോവാശ് അവനെ തോൽപ്പിക്കുകയും ഇസ്രായേലിന്റെ പട്ടണങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തു. അവൻ 3 പ്രാവശ്യം അടിച്ചു, 3 പ്രാവശ്യം
യഹോവയുടെ പ്രവാചകൻ എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ യഹോവയുടെ പ്രവാചകൻ ചിലപ്പോൾ ദൈവം നിങ്ങളോട് പറയണമെന്നില്ല 5 പ്രാവശ്യം ചെയ്യുക, ദൈവം നിങ്ങളോട് പറയണമെന്നില്ല 7 പ്രാവശ്യം ചെയ്യുക, ദൈവം നിങ്ങളോട് പറയണമെന്നില്ല 10 പ്രാവശ്യം ചെയ്യുക. നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും ഒരു വചനം പറയുമ്പോൾ, പ്രത്യേകിച്ച് പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആ പ്രോഫറ്റിക് ആക്ഷനോടുകൂടി ചെയ്യാം. നിങ്ങൾ ചവിട്ടണം അതിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാൽ കീഴിലാണ് അത് എന്ന് മനസ്സിലാക്കി തന്നെ ചവിട്ടണം. നിങ്ങൾ എത്രമാത്രം ആ പ്രോഫറ്റിക് ആക്ഷൻ കാണിക്കോ അത്രമാത്രം ദൈവിക വിടണം നിങ്ങൾ കാണാനിടയോ. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നമുക്ക് ഹല്ലേലൂയ യെശയ്യാ 54 കടന്നു വരാം. ഹല്ലേലൂയ, യെശയ്യാ 54 പറയാണ്, ഹല്ലേലൂയ, പ്രസവിക്കാത്ത മച്ചയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവിടെ പൊട്ടി ആർത്ത് ഘോഷിക്കുക, സിംഗ് ക്രൈ അലൗഡ്. ഹല്ലേലൂയ. അവർക്ക് എന്തുണ്ടായിട്ടാണ് ദൈവം പറയുന്നത്? ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിലെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവണമെന്ന്. പക്ഷെ ദൈവം പറയുകയാണ്, നീ ഒരു കുഞ്ഞ് ഇല്ലെങ്കിലും ഹല്ലേലൂയ, സ്തോത്രേ, ഹല്ലേലൂയ, ഭർത്താവുകളുടെ മക്കളെക്കാൾ അധികം എന്ന് ഹല്ലേലൂയ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആർത്ത് ഘോഷിക്കുക. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, രാത്രിയിൽ വിളിച്ചിറക്കിയിട്ട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നീ നക്ഷത്രങ്ങളെ എണ്ണുക. ഹല്ലേലൂയ, നീ നക്ഷത്രങ്ങളെ നോക്കുക, നിനക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കോ. ഹല്ലേലൂയ, നിനക്ക് എണ്ണാൻ കഴിയാത്ത പോലെ നിനക്ക് ഞാൻ സന്തതികളെ തരും. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ പുറത്തിറക്കി മണലിനെ നോക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കും. നമ്മുടെ ഹൃദയത്തെ മാത്രമല്ല, ശലോമോനെ കുറിച്ച് പറയാ, ദൈവം ശലോമോനെ കുറിച്ച് പറയാണ്, he increased the wisdom and his heart was large. അവന്റെ ഹൃദയം വിശാലമുള്ളതായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം എത്രമാത്രം വിശാലമാവുന്നു അത്രമാത്രം ദൈവം നമ്മുടെ മേൽ അനുഗ്രഹം പോരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിഷൻസ്, നമ്മുടെ വിഷ്വലൈസ്, നമ്മുടെ ദൈവികമായ ഇമാജിനേഷൻ എത്രമാത്രം വിശാലമാവും അത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലങ്ങളെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർത്തട്ടെ. തടുത്ത് കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ബാരനായ ഉമ്മൻ, ഹല്ലേലൂയ, ഒരു ബാരനായ ഉമ്മനോട് ദൈവം സംസാരിക്കുകയാണ്, നിന്റെ ഹാബിറ്റേഷൻ, നിന്റെ ടെന്റ് വിശാലമാക്കുക. ഇപ്പൊ നിനക്ക് സന്തതികൾ ഇല്ലായിരിക്കാം, പക്ഷെ നിന്റെ സന്തതി ഉണ്ടാവുന്നത് കണ്ടുകൊണ്ട് ഹല്ലേലൂയ നിന്റെ ടെന്റിനെ വിശാലമാക്കുക. അതിനൊത്ത റൂമുള്ള വീടുകളെ നീ പണിയുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മറ്റാരും ഒരു സാധ്യത ഇല്ലാത്തടത്ത് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ അനുഗ്രഹിക്കുക എന്നതാണ് ദൈവത്തിന്റെ നിത്യമായ ഹല്ലേലൂയ ഉദ്ദേശം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മൾ പ്രത്യേകിച്ച് ഈ കല്യാണ ഇതിലൊക്കെ പറയുന്ന, എപ്പോഴും പറയുന്ന, എല്ലാ ദൈവദാസനും പറയുന്നതാണ്, ഹല്ലേലൂയ, ദൈവം 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഭൂമിയിൽ സ്ഥാപിച്ചത്. ഒന്ന് ഫാമിലി, 2 ചർച്ച്. ഹല്ലേലൂയ. ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ മേലും ദൈവത്തിന്റെ പദ്ധതി, നിത്യമായ പദ്ധതി പ്രോസ്പെരിറ്റിയാണ്. ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്കി പറയാം, പലർക്കും ഇഷ്ടമല്ലാത്തൊരു വാക്കാ പ്രോസ്പെരിറ്റി. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ദൈവത്തിന്റെ പദ്ധതി പ്രോസ്പെരിറ്റിയാണ്. ആ പ്രോസ്പെരിറ്റിയിൽ വരുന്ന 3 വാക്കുകളാണ് ഹല്ലേലൂയ, ബ്ലെസ്സിംഗ്, ഫ്രൂട്ട്ഫുൾനെസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ജനസിസ് 1:28 വായിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യമായി പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിക്കോ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണ് പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ദൈവം പറയാം, ആൻഡ് ഗോഡ് ബ്ലെസ്ഡ് them and God said unto them, be fruitful and multiply and replenish the earth and subdue it and have dominion over the fish of the sea and over the fowl of the air and over every living thing that moveth upon the earth. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് പറഞ്ഞ ആദ്യ വാക്ക്, ദൈവം ഇന്നും നമ്മളോട്, ഈ സഭയോട് ഇതേ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു.
ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ അത് പ്രാർത്ഥിച്ച് ഈ സഭയുടെ മേൽ ഇതിൽ ഏറ്റെടുക്കുന്നവരുടെ മേൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവരുടെ മേൽ, ഹല്ലേലൂയ, ഏറ്റെടുക്കുന്നവരുടെ മേൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദാവീദ് ഹല്ലേലൂയ സ്തോത്രം, ദ ആർക്ക് ഓഫ് കവനന്റിന് മുമ്പാകെ കിടന്ന് ഒരു സാധാ മനുഷ്യനെ പോലെ തുള്ളിച്ചാടി തന്റെ രാജവസ്ത്രം അഴിച്ചു വെച്ച്, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ മുമ്പാകെ ഒരു ജനത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു രാജാവ് നിന്ന് തുള്ളിച്ചാടിയപ്പോ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഒരുവൾ നിന്ന് അതിനെ പുച്ഛിച്ചു. one person despised, അത് രാജാവിന്റെ സ്വന്തം ഭാര്യ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ചാപ്റ്ററിൽ ഏറ്റവും അവസാനം എഴുതി നിർത്തിയിരിക്കുന്ന ഷി വാസ് ബാരൻ ഹെർ ലൈഫ് ടൈം. അവൾ നിത്യമായി അവളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു പോലും ജനിക്കാൻ ഇടവന്നില്ല. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെലിബ്രേറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കിടന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. അവരെ പുച്ഛിക്കാൻ നിങ്ങൾ നിത്യകാലം ബാരനായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഒരു തരത്തിലും അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ കാണുന്നത് ഞാൻ പലരും പ്രോസ്പെരിറ്റിക്കെതിരെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. അതുപോലത്തെ ഹിപ്പോക്രസി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അമേരിക്കയിൽ നിന്ന് തന്നെ ആൾക്കാരെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ അമേരിക്കയിൽ വന്നേ? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ പ്രോസ്പെർ ചെയ്യാനും നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കാനും തന്നെയാണ് അമേരിക്കയിൽ വന്നത്. ഒത്തിരി കഥകൾ പറയാനുണ്ട് എനിക്ക്. പക്ഷെ ദൈവം ആ നീതി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് പറയുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാനിടയാവും. ഹല്ലേലൂയ സ്തോത്രം, 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 ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ബ്ലെസ്സിംഗ് കേഴ്സസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, അത് ബദേൽ എന്നല്ല പറഞ്ഞത്, ബാംഗ്ലൂരിന്റെ പ്രൊഡക്റ്റ് ആണ്. ആരെ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ നീതിയാണെന്ന് വിശ്വസിക്കുന്നു. ആ ദേവദാസനുമായിട്ട് എന്നെ കണക്ട് ചെയ്ത്, ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്ത് പറയുന്നോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയാവും. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പ്രൊഫറ്റിക് ആക്ഷനോടുകൂടി ഓരോ വചനങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഓരോ വചനങ്ങൾ പറയുമ്പോൾ പ്രൊഫറ്റിക് ആക്ഷനോടുകൂടി ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ സെലിബ്രേഷനോടുകൂടി ഏറ്റെടുക്കുന്നത് ദൈവം അങ്ങനെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വചനം നിങ്ങൾ നോക്കി, ഹല്ലേലൂയ, ഒരു ബാരനായ ഒരു ഉമ്മനോടാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ഹല്ലേലൂയ സ്തോത്രം, ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ മക്കൾ ഉണ്ടായത് കണ്ട് നീ ഘോഷിക്കുവിൻ. സെലിബ്രേറ്റ്, സിംഗ്, ക്രൈ അലൗഡ്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ജെനസിസ് ഈ 1 ശേഷം കുറച്ച് ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്കറിയാം ദൈവം ഹല്ലേലൂയ വീണ്ടും ഈ ഭൂമിയെ നശിപ്പിക്കുന്ന. ആകെ 8 പേർ മാത്രമേ ശേഷിച്ചുള്ളൂ. പക്ഷേ നോഹോട് പറയുന്നത് ആ 8 പേരിൽ നിന്ന് തുടങ്ങുമ്പോഴും ദൈവം വീണ്ടും പറയുന്ന വചനമെന്ന് നിങ്ങൾ നോക്കിയേ. ഹല്ലേലൂയ സ്തോത്രം. 9-ാം അധ്യായം ജെനസിസ് 9, and the Bible says, and God blessed Noah and his sons and said unto them, be fruitful and multiply and replenish the earth. Hallelujah. Fruitful, multiply and replenish the earth. ഞാൻ ഇത് എല്ലാം കൂടി ഒറ്റ വാക്കിൽ പ്രോസ്പെരിറ്റി. ഹല്ലേലൂയ. ദൈവം പ്രോസ്പെരിറ്റിയുടെ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ സങ്കീർത്തനം 35:27 പെട്ടെന്ന് എടുക്കാമോ? 35:27. തന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. Let them shout for joy and be glad and favor my righteousness cause. Yeah, let them say continually, let the Lord be magnified, which has pleasure in the prosperity of his servant. ഹല്ലേലൂയ. യോഹന്നാൻ ഗായസിനോടുള്ള ഹല്ലേലൂയ സ്തോത്ര ലേഖനത്തിൽ പറയുകയാണ്, എൻ്റെ പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും സുഖമായിരിക്കണം. ഹല്ലേലൂയ. You have to be in prosper. You have to prosper in health. You have to prosper in everything. ആ എവറിത്തിങ്ങില് നിങ്ങളുടെ സമ്പത്തുണ്ട്, ആ എവറിത്തിങ്ങില് നിങ്ങളുടെ കുടുംബമുണ്ട്, ആ എവറിത്തിങ്ങില് ഹല്ലേലൂയ നിങ്ങളുടെ ജോലിയുണ്ട്, ആ എവറിത്തിങ്ങില് നിങ്ങളുടെ ശരീരമുണ്ട്. നിങ്ങളുടെ ശരീരം ഒരു രോഗമായിട്ട് ഇരിക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി. You have to prosper. It's the eternal. That's what God created a man for. Hallelujah. To be a ambassador of God in this. ഹല്ലേലൂയ. ദൈവത്തിന്റെ അംബാസഡർ ആവണം. എങ്ങനെയാ നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നിട്ട് എങ്ങനെ നമ്മൾക്ക് ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു അംബാസഡർ ആവാൻ കഴിയും? ഒരു അമേരിക്കയുടെ അംബാസഡർ ആ രാജ്യത്ത് ഇന്ത്യയിലാണെങ്കിൽ ആ അമേരിക്കയുടെ ഹല്ലേലൂയ സ്റ്റാൻഡേർഡിന് ഒത്തവണ്ണം തന്നെയായിരിക്കും ആ വ്യക്തി.
ഹല്ലേലൂയ. റാബ ഷെഥേ രീക റാമ സെഥേ രേക. അവിടെ ഒരു എംബസി പണിതാൽ പോലും അമേരിക്കയുടെ സ്റ്റാൻഡേർഡിലാണ് പണിയുള്ളൂ. ഓ റാബ ഷെഥേ രേക ഠാറ മാനെ കോ റാബ ഷെഥേ രേബേ റീക ഷാതാ റാബ. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ചില ലാൻഡുകൾ ഹല്ലേലൂയ പൊസസ് ചെയ്യാൻ പോകുന്ന ഒരു സീസണിലേക്ക് ഈ സഭ കടക്കാൻ പോവാ. ഹല്ലേലൂയ. ചില ലാൻഡുകൾ പൊസസ് ചെയ്യാൻ പോകുന്ന സീസണിലേക്ക്. ഹല്ലേലൂയ. റാബ ഷെഥേ രേബേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചെയ്യുന്നതിന് മുമ്പ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഇടത്തോട്ടും വലത്തോട്ടും നടക്കുക, നീ കുറകെ ദേശത്തിന്റെ കുറകെ നടക്കുക, അല്ല നീ തല പോക്കി നോക്കുക. യോശുവോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ കാലെടുത്ത് വെക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായിട്ട് തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നമ്മൾ ചില ചെയ്യാനുണ്ട്, നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുണ്ട്. ചില നടക്കാനുണ്ടെങ്കിൽ ദൈവം നടക്കാൻ പറയും. അല്ല യോശുവോട് പറഞ്ഞു, നീ ആ യെരിഹോ മതിലിന് ചുറ്റുമായി 7 പ്രാവശ്യം നടക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചോദ്യം ചെയ്യാതെ ഞാനും ചിലപ്പോൾ ചോദ്യം ചെയ്യാറുണ്ട് ദൈവത്തോട്. ഹല്ലേലൂയ. ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവർ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണാൻ പോകുന്ന ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആയി. അതിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രയർ ജേർണിക്ക് പോയി. ഞാൻ കുറെ നാളുകളായിട്ട് ദൈവം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ പല കാരണങ്ങൾ കർത്താവിനോട് പറയും, കർത്താവേ, നീ ഈ രണ്ട് പേരായിട്ടാണ് ശിഷ്യന്മാരെയാണ് അയച്ചത്, എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ തരുവാണെങ്കിൽ ഞാൻ പോവാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ തലേദിവസം എന്റെ മേൽ ഒരു എന്തോ ഒരു ഫയർ. തലേദിവസം മാത്രമല്ല, ഹല്ലേലൂയ, ഞാൻ റെയ്നാഡ് ബോംഗെ എന്ന് പറഞ്ഞ ദേവദാസന്റെ അദ്ദേഹത്തിന്റെ സക്സസറാണ് ഡാനിയൽ കോൺ. അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിൽ ഞാൻ പോയി. ഫാസ്റ്റോടെ ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഹല്ലേലൂയ, അദ്ദേഹം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന്റെ മേലും കൈവച്ച് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ കുടുംബമായി ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞൊരു വാക്ക് എൻ്റെ ഉള്ളിൽ കത്തുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ സഭയിൽ വരുന്നത്. അന്ന് പ്രസംഗിച്ചത് എബൽ ബ്രദർ എന്ന് പറയാ എലിയാവിനെ കുറിച്ചാണ് പറയാം. ഹല്ലേലൂയ. എലിയാവ് ഒറ്റയ്ക്കാണ് പോയ കൊട്ടാരത്തിൽ നിന്ന്. ഞാൻ വിചാരിച്ചു അന്ന് പിന്നെ എനിക്കും പോയാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഏലിയാവിന്റെ കൂടെ ഇരുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഏലിയാവ് എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഏലിയാവ് കൽപ്പിച്ചവ തീ ഇറങ്ങി, ഏലിയാവ് കൽപ്പിച്ചവ മഴ പെയ്തെങ്കിൽ ഞാനും കൽപ്പിച്ച മഴ പെയ്യും, ഞാനും കൽപ്പിച്ച തീ ഇറങ്ങും. ഹല്ലേലൂയ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ അപ്പൊ തന്നെ ടീന അവിടെ ഇരിക്കാറുണ്ട്. ഞാൻ അപ്പൊ തന്നെ ടീനോട് എന്ന് പറഞ്ഞു, ഞാൻ അപ്പൊ കാണുന്നത് കേപ്പ് മേ ആണ്. കേപ്പ് മേ ഈ ന്യൂ ജേഴ്സിയുടെ അങ്ങേറ്റം സദേൺ മോസ്റ്റ് പാർട്ട്. ഞാൻ അപ്പൊ തന്നെ ടീനോട് പറഞ്ഞു, ഞാൻ കേപ്പ് മേക്ക് പോവാ ഇപ്പൊ തന്നെ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ. ഹല്ലേലൂയ. ഞാൻ ഇതൊന്നും പ്ലാൻ ചെയ്തല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളത് പോയിട്ട് വന്നു. ടീനയ്ക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നേക്കാളും ഭേദം എൻ്റെ കൂടെ ആയിരിക്കുന്ന നല്ലതെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് അവരെയും കൂട്ടി. ഹല്ലേലൂയ. തിരിച്ചു പോരുന്ന വഴിക്കാണ് അടുത്ത ദിവസം കൂടി ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. അടുത്ത ദിവസം പോയി. ഹല്ലേലൂയ. അന്ന് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദേശത്ത് ഇറങ്ങി നിൽക്കുക, ഒരു റോട്ടിൽ ഇറങ്ങി നിൽക്കുക, എൻ്റെ കൂടെ കുറേ പേര്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്വപ്നത്തിൽ കാണുക എൻ്റെ കൂട്ടുകാരായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ജോഷോട് പറയും, കിടന്നുറങ്ങുന്നതിന് മുമ്പ്, ഏഞ്ചൽസ് ആർ അവർ ഫ്രണ്ട്സ്, ഏഞ്ചൽസ് ആർ അവർ ഫ്രണ്ട്സ്. ആ ഏഞ്ചൽസിന്റെ ചില പടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചില പിക്ചേഴ്സ്. ഏഞ്ചൽസ് ആർ അവർ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഞാൻ ആ സ്വപ്നത്തിൽ കാണുന്നത് എൻ്റെ കുറെ കൂട്ടുകാരെ ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ കുറെ പാമ്പുകളെ അവരെ തല്ലിക്കൊല്ലുകയും അല്ലെങ്കിൽ കൂട്ടമായിട്ട് കൊണ്ടുവന്നിടുകയും ചെയ്യുന്നത് ഞാൻ ഒരു സ്വപ്നത്തിൽ കണ്ടു. ഞാൻ വിശ്വസിക്കുന്നു ദൂതന്മാരാണ് അതെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ഏഞ്ചൽസിനെ കുറിച്ച് ഫസ്റ്റ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാനത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ദൈവം എന്നോട് പറഞ്ഞു, നീ ഏഞ്ചൽസിനെ കൊണ്ട് പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. സൂം മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പറ്റില്ല, ഞാൻ ഏഞ്ചൽസിനെ കണ്ടില്ല, ഞാൻ കാണാത്തതിനെ ഞാൻ പ്രസംഗിക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, യേശുവിനെ കണ്ടിട്ടുണ്ടോ, പിന്നെ ഈ ബൈബിൾ എങ്ങനെ വിശ്വസിക്കുന്നേ? ഹല്ലേലൂയ. എന്നാലും ഞാൻ പ്രസംഗിച്ചു. അതിനുശേഷമാണ് ഞാൻ ഏഞ്ചൽസിന്റെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ ദൈവം എന്ത് പറയുന്നു അത് ചെയ്യുക. ദൈവം എന്ത് പറയുന്നു അത് ചെയ്യുക. സെലിബ്രേറ്റ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. 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 ഓ റാബ ഷെഥേ റേമാ റാക സോതോ റോമ ഷെഥേ രേക ഠാര മാന ഖാര ബാര. ദൈവം ഒരു മനുഷ്യനെ ഹല്ലേലൂയ വിളിച്ചിറക്കിയിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ജെനസിസ് 12 മുതൽ ആ സംഭവ കഥ നമുക്ക് കാണാം. ഹല്ലേലൂയ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. താങ്ക് യു.
ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്റെ ഭൂമിയുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. And I will bless you and make you a great nation. I will bless you and make thy name great and shall be a blessing. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഒരു നേഷനാക്കും, ഞാൻ നിന്റെ നാമത്തെ വലുതാക്കും. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, എനിക്ക് അനുഗ്രഹം മാത്രം പോരാ, എനിക്ക് മാത്രം പോരാ, അനേകായിരങ്ങൾക്ക് ഞാനൊരു അനുഗ്രഹമായിരിക്കണം. ലോകത്തെ കോടിക്കണക്കിന് ജനത്തിന് ഞാനൊരു അനുഗ്രഹമായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതെന്ന് പറഞ്ഞേ, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ചില പ്രവചനങ്ങളൊന്നും ഓർക്കില്ലായിരിക്കും, പക്ഷെ അതിനൊരു ആമയും പറഞ്ഞ് ഏറ്റെടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ദേവദാസൻ പറഞ്ഞു, നീ 10,000 ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്നെ കൊണ്ട് കർത്താവ് എഴുതിപ്പിച്ച ഒരു പുസ്തകം സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ. എനിക്കറിയാം 80,000 കോപ്പിയിൽ 80,000 അറ്റ്ലീസ്റ്റ് 50,000 ഭവനങ്ങളിൽ ആ പുസ്തകം എത്തി. നിങ്ങൾക്കറിയോ, ഈ ന്യൂജേഴ്സിയുടെ ഗവർണറിന്റെ കയ്യിൽ ഞാൻ നേരിട്ട് ആ പുസ്തകം കൊടുത്തു. ഗവർണറിന്റെ, ഇന്നത്തെ ഗവർണറിന്റെ ആ ഗവർണറിന്റെ കയ്യിൽ ഞാൻ നേരിട്ട് കൊടുക്കാൻ ദൈവം എന്റെ മുമ്പാകെ അവരെ ദൈവം എത്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വിശ്വാസം നോക്കിയേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഗവർണർമാരെ തൊടു ഈ രാജ്യം, ഈ സഭ, ഗവർണർമാരെ തൊടു ഈ സഭ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, അനേക പ്രഭുക്കന്മാരെ തൊടുവാൻ ഈ സഭയെ ദൈവം ഉപയോഗിക്കും. അനേക പ്രഭുക്കന്മാരെ തൊടുവാൻ ദൈവം ഈ സഭയെ ഉപയോഗിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഉന്നതിയിലുള്ള വ്യക്തികളെ, പൊളിറ്റീഷ്യൻസ്മാരെ തൊടുവാൻ ഈ സഭയെ ഉപയോഗിക്കും. ഈ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കും. ആ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കും. അമേരിക്കയുടെ പ്രസിഡന്റ്മാരോട് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ കിടന്ന് ഹല്ലേലൂയ, സ്തോത്രം, സുവിശേഷം പറയാൻ, പ്രവചിക്കുവാൻ ദൈവം ഈ സഭയിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയുന്ന ഈ അനോയിന്റിങ്ങിൽ നിന്ന് പറയുന്ന ഒരു വാക്കും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു സമൂഹന്റെ വാക്ക് ഒന്നും വെതായി പോയില്ല, നിലത്ത് വീണ് പോയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ പറയുന്ന ഒരൊറ്റ വാക്ക് പോലും നിലത്ത് വീണ് പോകത്തില്ല. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അതെല്ലാം നമ്മൾ കാണാൻ പോവുക. ഈ സഭയിൽ നിന്ന് അങ്ങനെയുള്ള ചില വിളികൾ ഈ സഭയുടെ മേൽ കിടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് അനേക വചനങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 107 അവർ പറയുകയാണ്, ദൈവത്തിന്റെ വചനം പറയുന്നു, വിതക്കിയ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയാൽ സമൃദ്ധിയായ ഒരു ഈൽഡ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 107:38 പറയുന്നു, Psalms 107:38, they are multiplied greatly and suffered not their cattle to decrease. ഹല്ലേലൂയ. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവൻ ഇടവരുത്തിയില്ല. നമ്മുടെ അനുഗ്രഹങ്ങൾ ഒന്ന് കുറഞ്ഞു പോയാല, നമ്മുടെ കയ്യിലുള്ള ഒരു സമ്പത്ത് കുറേ പോയല്ല, ഹല്ലേലൂയ, പെരുക്കുക എന്നതാണ് ദൈവത്തിന്റെ ഹല്ലേലൂയ ഉദ്ദേശം. മൾട്ടിപ്ലൈ ചെയ്യാം, ഹല്ലേലൂയ, മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു സീസൺ ഉണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കാത്തതായിട്ട്, പക്ഷെ ദൈവം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹി മൾട്ടിപ്ലൈസ്. ഹല്ലേലൂയ, സ്തോത്രം. 1, 2, 3, 4 അങ്ങനെയല്ല ദൈവത്തിന്റെ കണക്ക്. 2, 4, 8 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഓ റാബാ ഷെതി റിമാ റാകോ സോതോ റോമ ഷെതി റേബാ റാബാ. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. നമുക്കറിയാം, ഒരു ക്ഷാമകാലത്ത് ഇസാക്കിനോട് ദൈവം പറയാം, നീ ദേശം വിട്ടു പോവാതെ നീ അവിടെ തന്നെ വിതയ്ക്കുക. ദൈവം പറഞ്ഞത് ഇസാക്ക് അനുസരിച്ചു. He obeyed. And the next thing he was seeing is ഹല്ലേലൂയ, സ്തോത്രം. ജെനസിസ് 25 ഇങ്ങനെ ഒരു വചനമുണ്ട്. 25:11 അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ ഒരു അനുഗ്രഹത്തിൽ മാത്രമല്ല ഇസഹാക്ക് നിന്നത്. ഹല്ലേലൂയ. അബ്രഹാം മരിച്ച ശേഷം ദൈവം ഇസഹാക്കിന്റെ മേൽ അനുഗ്രഹിച്ചു. ഇസഹാക്കിന്റെ മേൽ അനുഗ്രഹിച്ചു. ജെനസിസ് 26 വരുമ്പോ ഹല്ലേലൂയ, ഇസഹാക്ക് ദൈവം പറഞ്ഞത് ഒബേ ചെയ്തു. ഹല്ലേലൂയ. അതിനുശേഷം ഇസഹാക്ക് കാണുകയാണ് 26
12 വരുമ്പോ ഇസ്ഹാക്ക് ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. എനിക്ക് മലയാളം ബൈബിൾ അധികം ഇഷ്ടമല്ല, പക്ഷെ ചില വാക്കുകൾ മലയാളത്തിൽ ഭയങ്കര നമ്മളെ ഇങ്ങനെ ഭയങ്കര ഇംഗ്ലീഷിനേക്കാളും ബെറ്ററാണ്. ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അബ്രഹാമിനോട് പറയാ, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഇവിടെ പറയാ, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോ അവൻ വർദ്ധിച്ച് മഹാധനമായി തീർന്നു. അവൻ മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. ജനസിസ് 25 നമ്മൾ വായിച്ചു, അബ്രഹാം മരിച്ചതിന് ശേഷം ഇസഹാക്ക് അവനെ അനുഗ്രഹിച്ചു. ഇവിടെ പറയാ, ഇസഹാക്ക് ഒരു ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചു. ദൈവം അതിനുള്ള പ്രതിഫലം കൊടുത്തു. പക്ഷെ അതിൽ നിന്നില്ല ദൈവത്തിന്റെ അനുഗ്രഹം. വീണ്ടും ദൈവം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന്റെ മേലെ വീണ്ടും അനുഗ്രഹിച്ചു. ആ വ്യക്തിയുടെ മേൽ വീണ്ടും ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ റിസൾട്ടായിട്ട് അവൻ മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരുണ്ടായിരുന്നുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. Hallelujah. He had possessions of flocks and possession of herds and a great store of servants, and the Philistines envied him. Hallelujah, സ്തോത്രം. Hallelujah. അനുഗ്രഹങ്ങൾ വന്നാൽ, hallelujah, danger of prosperity ഇതാണ്. Hallelujah. നമ്മളെ കണ്ട പിന്നീട് പലർക്കും അസൂയയും, hallelujah, സ്തോത്രം. Hallelujah. നമ്മളെ പിന്നെ വന്ന് ത്രട്ടൻ ചെയ്യാനൊക്കെ ചെയ്യും. Hallelujah, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഇതുപോലത്തെ അനുഗ്രഹം നമ്മൾ കാണണം. ഇതുപോലത്തെ അനുഗ്രഹങ്ങൾ നമ്മൾ കാണണം. ഹല്ലേലൂയ, സ്തോത്രം. ദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം, ഹല്ലേലൂയ, ദേശം വന്ന് നമ്മളോട് രാജാക്കന്മാർ, അതിന്റെ ശേഷം താഴോട്ട് വരും, ഞാൻ വായിക്കുന്നില്ല, രാജാക്കന്മാർ ഇസ്ഹാക്കുമായിട്ട് സന്ധി ചെയ്തെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിന് അവർ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യാം. നീ യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഈ സഭ അതുപോലെ കാണാൻ പോട്ടെ. ഈ സഭ അതുപോലെ കാണട്ടെ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ കാണട്ടെ. നമ്മൾ ഇൻഡിവിജ്വലായി, നമ്മുടെ ഫാമിലി ആയിട്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനായ നമ്മുടെ ഫാമിലി, ഹല്ലേലൂയ, സ്തോത്രം. ഈ സഭ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ പ്രോസ്പെരിറ്റി ഈ ലെവലിൽ കാണാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ചില രാജാക്കന്മാരെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് അവർ കണ്ട്, ഹല്ലേലൂയ, സന്ധി ചെയ്യത്തക്കവണ്ണം, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ സഭയോട് പ്രാർത്ഥനകൾ ചോദിക്കുന്ന തരത്തിൽ, ഹല്ലേലൂയ, ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ ഉണ്ടാവുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 hallelujah, hallelujah. O raba sete reka tara bala rama sete rebe rama shoto roma sete reka tara. O raba sete rebe reka tara bara baba baba. വായ്പവാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കുന്ന. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കുന്ന. എൻ്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എൻ്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്നെ നടത്തും വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. ഹല്ലേലൂയ. യെശയ്യാ 54 വീണ്ടും ഐസയ 54,
അല്ലല്ലോ, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഇത് ആരോടാ പറയണ? ബാരൻ ഉമ്മനോട്. ഹല്ലേലൂയ, സ്തോത്രം. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യെശയ്യാവ് 54 മുന്നിലുള്ള വചനം യെശയ്യാവ് 53. ഹല്ലേലൂയ. യെശയ്യാവ് 54 നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണേന്ന് കാരണം യെശയ്യാവ് 54. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചോ? ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ഒരു ബാരൻനെസ് ബ്രേക്ക് ആവുന്നത്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ മഹാകൃപ. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയാ. ഹല്ലേലൂയ. For if by one man's offense death reigned by one, much more by which receive abundance of grace and of the gift of righteousness shall reign in life by one Jesus Christ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു ആദാമിലൂടെ നഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. അതിനുശേഷം what was reigning? The Bible say the death was reigning. ഹല്ലേലൂയ. മരണമായിരുന്നു റെയിൻ ചെയ്ത് ആ ത്രോണിൽ. അല്ലെങ്കിൽ മരണമായിരുന്നു ജയം കൊണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഹല്ലേലൂയ, കർത്താവായ യെശയ്യാവ് 53 ശേഷം, ഹല്ലേലൂയ, അത് സംഭവിച്ചതിന് ശേഷം വചനം പറയാണ്, മച്ച് മോർ ബൈ വിച്ച് റിസീവ് ദ അബണ്ടൻസ് ഓഫ് ഗ്രേസ് ആൻഡ് ഓഫ് ദി ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ് ഷാൽ റെയിൻ ഇൻ ലൈഫ് ബൈ വൺ ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് നമ്മളാണ് വാഴുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മരണം ഇരുന്നോടത്ത് അല്ല, ജീസസ് ക്രൈസ്റ്റ് ഈസ് റെയിനിങ്. വി ആർ റെയിനിങ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇടത്തോട്ടും, നിങ്ങൾ വിശ്വസിക്കുക, നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും. നമ്മുടെ സന്തതികൾ ഹല്ലേലൂയ ജാതികളുടെ ദേശങ്ങൾ കൈവശമാക്കും. അതാ ഞാൻ പറഞ്ഞത്, there is a season of possessing the land. ഹല്ലേലൂയ. ഈ സഭ ചില ലാൻഡുകൾ പൊസസ് ചെയ്യാൻ പോവാ. ജാതികളുടെ ദേശം ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ പൊസസ് ചെയ്യാൻ പോവാ. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ ജസ്റ്റ് ചില സമയത്ത് ദൈവനോട് സംസാരിക്കണേ. ബൈബിൾ ജസ്റ്റ് തുറക്കുമ്പോൾ തന്നെ കറക്റ്റ് വചനമായിരിക്കും ദൈവം. ഈ കഴിഞ്ഞ ആഴ്ചകൾ 2 വചനം അതുപോലെ എനിക്ക് കിട്ടി. കറക്റ്റ് തുറന്നത് അല്ല, ആ 2 വചനങ്ങളും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഒന്ന് സങ്കീർത്തനം 105 105:43-45. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വചനവും ഈ 3 വചനങ്ങൾ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ചില ലാൻഡുകൾ പൊസസ് ചെയ്യാനുള്ള സമയമായിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. 43. അവൻ തന്റെ ജനത്തെ സന്തോഷത്തോടും താൻ തെരഞ്ഞെടുത്തവരെ ഹോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു. 44. അവൻ തന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടത്. നെക്സ്റ്റ് 45. അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. ഞാൻ ബൈബിൾ എടുത്ത് വായിച്ച ആ ലാസ്റ്റ് വചനം 105:45. ഹല്ലേലൂയ. അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. അവൻ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു. യഹോവയെ സ്തുതിപ്പിൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച സംഭവിക്കാം. ഒരു ദിവസം എടുത്ത് വചനം മറച്ചതും എക്ലീസിയാസ്റ്റിസ് 2 എടുത്ത്. എക്ലീസിയാസ്റ്റിസ് 2 സഭാപ്രസംഗി ഏറ്റവും അവസാനത്തെ വചനം, അത് എത്രയാണെന്ന്, the last verse of they gave them the lands of the heathen and they inherited the labor of thy people. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ അവൻ തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും പ്രയത്നവും തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ജാതികൾ നമുക്ക് വേണ്ടി ചില ബിൽഡിംഗ് ഒക്കെ ഒരുക്കിയിരിക്കുക. ജാതികൾ നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ പൊസസ് ചെയ്യാൻ പോവുക. ആ സ്ഥലങ്ങൾ ഈ സഭയുടെ പേരിലേക്ക് വരാൻ പോവുക. ചില സ്കൂളുകളൊക്കെ തുടങ്ങാൻ സ്ഥലങ്ങൾ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സഭകളൊക്കെ തുടങ്ങുവാൻ പല ആരാധനാലയ പല സ്ഥലങ്ങളിലേക്ക്, ന്യൂജേഴ്സിയുടെ പല ഇടങ്ങളിലേക്ക്. ഹല്ലേലൂയ. ഇതിന്റെ ഇടത്തോട്ടും വലത്തോട്ടും പരക്കട്ടെ. ഹല്ലേലൂയ. പുതിയ വീടുകൾ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവട്ടെ.
ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. പുതിയ വീട് ഹല്ലേലൂയ. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഹല്ലേലൂയ. We have to stretch. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തെ സ്ഥലത്തെ അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: let them stretch forth the curtains of thine habitation, spare not, lengthen thy cords and strengthen thy stakes, lengthen thy cords. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ചില എക്സ്ട്രാ ആയിട്ട് ചില ആക്ഷൻസ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് അതിനുള്ള ഞാൻ ഉൾപ്പെടെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ പല കാര്യങ്ങളുണ്ടാവും, നമ്മൾ ഒതുക്കി നിർത്തുന്ന പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ, spare not, lengthen thy cords. ഹല്ലേലൂയ, സ്തോത്രം. ഒരു റബ്ബർ ബാൻഡ് ഹല്ലേലൂയ, സ്തോത്രം, വലിച്ചു നീട്ടാൻ കഴിയുന്ന പോലെ ചിലപ്പോൾ ചില റബ്ബർ ബാൻഡുകളൊക്കെ വലിച്ചു നീട്ടിയാലേ ചില പർപ്പസ് ഒക്കെ നടക്കുള്ളൂ. ഹല്ലേലൂയ. ചില സ്ത്രീകൾ കെട്ടുന്ന റബ്ബർ ബാൻഡുകളൊക്കെ വലിച്ചു നീട്ടിയാലേ അവർക്കത് കെട്ടാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ എന്തിനു വേണ്ടി പർപ്പസിന് വേണ്ടി വിളിച്ചിരിക്കുന്നോ ആ ചില പർപ്പസുകൾ നടക്കാൻ God sometimes strengthens our cords. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയല്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയല്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈദ്യവ്യത്തിലെ നിന്ന് ഇനി ഓർക്കുകയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഭയപ്പെടാതെ കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ നമ്മളോട് ഹല്ലേലൂയ കമാൻഡ് ചെയ്യാണ്. നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. നമ്മൾ നാണിച്ചു പോയ ചില ഇടങ്ങൾ ഉണ്ടാകാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെല്ലാം ഷെയിമായി പോയോ അത് മറക്കത്തക്കവണ്ണം. എനിക്ക് തോന്നുന്നു ഇയ്യോബിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം പറയാ, ഹല്ലേലൂയ, നിന്റെ കഷ്ടങ്ങൾ, കഴിഞ്ഞുപോയ കഷ്ടങ്ങൾ, അത് ഒഴുകിപ്പോയ വെള്ളം പോലെ ഓർക്കത്തക്കവണ്ണം ഹല്ലേലൂയ ചില ദൈവത്തിന്റെ പ്രവർത്തികൾ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ വൈദ്യവ്യത്തിലെ നിന്ന ഇനി ഓർക്കയില്ല. നിന്റെ സൃഷ്ടാവാകും നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്ന നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവിന്റെ പേരെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്? സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു സ്ത്രീ, ആദ്യമായിട്ട് വിളിച്ച സ്ത്രീയാണ് ഹന്ന. ഹല്ലേലൂയ. അവളുടെ പ്രശ്നം ഇതേ ബാരൻനെസ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൾ സൈന്യങ്ങളുടെ യഹോവയോട് വിളിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ചതായിട്ട് കാണാം. ഹല്ലേലൂയ, സ്തോത്രം. അവൾക്ക് കിട്ടിയ മറുപടി ശമൂവേലാണ്. ലോകം കണ്ടു വെച്ച ഏറ്റവും ശക്തനായ ഒരു പ്രവാചകൻ, ബൈബിൾ കാണുന്ന ഏറ്റവും ശക്തനായ പ്രവാചകൻ. അല്ലെ, നേരത്തെ പറഞ്ഞതുപോലെ ശമൂവേലിന്റെ ഒരു വാക്ക് നിലത്ത് വീണ് പോവാൻ ദൈവം അനുവദിച്ചില്ലെന്ന്. അതുപോലെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പിന്നത്തെ നമുക്ക് കാണാം ഹന്ന അല്ലെങ്കിൽ ദുഃഖിച്ചില്ല എന്ന് നമുക്ക് കാണാം, ആലയം വിട്ടു പോയിട്ട്. ഹല്ലേലൂയ. ഇതേ വചനം തന്നെ യെശയ്യാവിൽ ഇത് പറയുന്ന ആ ബാരനായ ഉമ്മനോട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ബാരൻനെസ് നോക്കി ദൈവം പറയാണ്, ഹല്ലേലൂയ, നീ അട്ടഹസിക്കുക, നീ ആർത്തുഘോഷിക്കുക. നിന്റെ നന്മ വരുന്നത്, നിന്റെ വിടുതൽ കണ്ട്, നിനക്ക് ഈ സഭയിൽ ആയിരക്കണക്കിന് ജനം വരുന്നത് കണ്ട് ആർത്തുഘോഷിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. റബ ശെതി റിബ റമ ഞാൻ ഈ പറയുന്ന അന്യഭാഷ പോലും ഹിബ്രുവിലെ മൾട്ടിപ്ലിക്കേഷൻ ബാറാക്ക് എന്ന വാക്കാണ്. ഹല്ലേലൂയ. ഹിബ്രുവിലെ ബ്ലെസ്സിംഗ് എന്ന വാക്ക് റബ എന്ന വാക്കാണ് ഹിബ്രുവിലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹിബ്രുവിലെ എടുത്തും നിങ്ങൾ നോക്കിക്കോ, ഹിബ്രുവിലെ റബ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ബാറാക്ക് എന്ന് പറഞ്ഞ ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. ദൈവം ബ്ലെസ്സിംഗിൽ നിന്ന് തുടങ്ങി ദൈവം ഫ്രൂട്ട്ഫുൾ ആക്കും, ഫ്രൂട്ട്ഫുള്ളിൽ നിന്ന് തുടങ്ങി ദൈവം മൾട്ടിപ്ലൈ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ബ്ലെസ്സിംഗ് കണ്ട്, പക്ഷെ ദൈവം മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഹല്ലേലൂയ. ബാറാക്കിൽ നിന്ന് റബായിലേക്ക് ഓ റബ സെതെ ലേരെ മാറോ കോശതോലോറോ മസെതേരെ ഓ റമശെതേരെ മോലോ റോമ സെതേരെബെ ഓ റകശെതെ ലേരെ മോറ കസെതേരെ ഓ റമശെതേരെ
ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ ഭർത്താവായിരിക്കുന്നതുകൊണ്ട്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, സർവ്വഭൂമിയുടെ ദൈവം ആയതുകൊണ്ട് ഹല്ലേലൂയ. ദൈവം ചില ബാരൻനെസ്സിനെ ബ്രേക്ക് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. നമ്മൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില പ്രോസസ്സിലേക്ക്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില ടേക്ക് ഓഫിലേക്ക്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില ഹല്ലേലൂയ സ്തോത്രം ടേക്ക് ഓവറിലേക്ക് ഹല്ലേലൂയ കടക്കാൻ പോകുന്ന സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം പറയുന്നു അതങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. അവൻ അരുളി ചെയ്തു, അത് നിവൃത്തിയാവും. അവൻ അരുളി ചെയ്തു, അവൻ നിവൃത്തിയാവും. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ അരുളി ചെയ്തു, അവൻ നിവൃത്തിയായി. ഹല്ലേലൂയ. അവൻ അരുളി ചെയ്യുന്നു, നിവൃത്തിയാവും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. റബാ സേതി രബി റികാഥാര. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ടെന്റിന്റെ ആഴം കുറെ കൂടി ആഴത്തിലേക്ക് കുഴിക്കുക. നമ്മുടെ ടെന്റ് എത്രമാത്രം ആഴത്തിലേക്ക് കുഴിക്കുന്നോ അത്രമാത്രം നമ്മൾ സ്ട്രെങ്തൻ ആവും. അത്രമാത്രം എത്ര വലിയ കാറ്റടിച്ചാലും ആ ടെന്റ് ഹല്ലേലൂയ പറയാതെ വണ്ണം നിലനിൽക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തു എന്ന പാറമേൽ ഹല്ലേലൂയ പണിയ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നമ്മൾ വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ നമ്മൾ ഡീപ്പണാവാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഒരു കോഡ്സ് ഹല്ലേലൂയ സ്ട്രെച്ച് ചെയ്യുക. ഹല്ലേലൂയ. Stretch your cords, stretch your cords, stretch your faith. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ് ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഇല്ലെങ്കിലും വിളിച്ചു വരുത്തി ആത്മാക്കളെ വിളിച്ചു വരുത്തി ഇടത്തുനിന്ന് വലത്തോട് ഹല്ലേലൂയ സ്തോത്രം, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് ഹല്ലേലൂയ വടക്ക് നിന്ന് ഹല്ലേലൂയ എല്ലാ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എല്ലാ ദിശകളിൽ നിന്നും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ആത്മാക്കളെ സഭയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. I plead the blood of Jesus. ഹല്ലേലൂയ. സഭയുടെ മേലും ഇവിടെ ഇരിക്കുന്ന ഓരോ ജനത്തിന്റെ മേലും ഹല്ലേലൂയ ഈ ദേശത്തിന് മേൽ, ന്യൂ ജേഴ്സിയുടെ മേൽ I sprinkle the blood of Jesus. I sprinkle the blood of Jesus. I sprinkle the blood of Jesus. Urama shete rema rama sete reka tara mane kora basata rama. Urama sete rebe. Urama shete reka tara mane koro bosete reba rama shete rebe. Hallelujah, 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 hallelujah. Hallelujah, hallelujah. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അല്പ നേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും. ഹല്ലേലൂയ സ്തോത്രം. 10-ാം വാക്യം. ഹല്ലേലൂയ സ്തോത്രം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിങ്ങളോട് കരുണയോടെ യഹോവ അരുളി ചെയ്യുന്നു. The covenant of thy peace, my peace, hallelujah, will not be removed. Hallelujah. The Lord's mercy will be upon us. Hallelujah. ഇതെല്ലാം സംഭവിക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ മഹാകരുണ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സമാധാന നിയമം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകത്തോടത്തോളം കാലം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാനത് നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ഇനി ആ കരുണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാതെ വേണം. നന്മയും കരുണ ആയുഷ്കാലം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരത്തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഹല്ലേലൂയ സ്തോത്രം. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളും ആയുള്ളവയെ ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിപ്പിക്കുകയും നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഓ ഹല്ലേലൂയ. I will lay thy stones with fair colors and lay thy foundations with the sapphires. ഹല്ലേലൂയ. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ട്, നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും, നിന്റെ അറ്റങ്ങളൊക്കെ മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കൾ എല്ലാവരും യഹോവയെ ഉപദേശിക്കപ്പെട്ടവരും, നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും. അത് നിന്നോട് അടുത്ത് വരികയില്ല. 11-12 വായിക്കുമ്പോൾ നമുക്ക് കാണാം പ്രോസ്പെരിറ്റി. അതിന്റെ അങ്ങേയറ്റം പ്രോസ്പെരിറ്റി നമുക്ക് കാണാം. എക്സ്ട്രീം പ്രോസ്പെരിറ്റി എല്ലായിടത്തും നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാം അതിസമ്പന്നനായിരുന്നു. അല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ച് കാണാം. യാക്കോബിന് ദൈവികമായ ഒരു എൻകൗണ്ടർ. അതിനുശേഷം യാക്കോബിന്റെ പേര് തന്നെ ദൈവം മാറ്റി. ഹല്ലേലൂയ സ്തോത്രം.
ഹല്ലേലൂയ സ്തോത്രം. ചില ദൈവം നമ്മുടെ ഭാഷകളെ മാറ്റും, ദൈവം നമ്മുടെ പേരുകളെ മാറ്റും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാമിന് യാക്കോബിന് ഇട്ട 2 കുഞ്ഞുങ്ങളുടെ പേര് യാക്കോബ് ഇട്ടത് ജോസഫ് എന്നും, ഹല്ലേലൂയ സ്തോത്രം, ബെന്യാമിൻ ലാസ്റ്റ് 2 പിള്ളേർക്ക്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ ഓരോ പ്രാവശ്യം ജോസഫ് എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ യു ആർ ഡിക്ലെയറിംഗ് God will increase. അതാണ് അർത്ഥം. യു ആർ ഡിക്ലെയറിംഗ് ദാറ്റ് വേർഡ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഓരോ പ്രാവശ്യം ബെഞ്ചമിൻ എന്ന് വിളിക്കുമ്പോൾ ആ വചനത്തിന്റെ, ഐ തിങ്ക് ബെഞ്ചമിന്റെ വാക്കിന്റെ അർത്ഥം, എന്റെ കൊച്ചിന്റെ പേര് ജോസഫ് ബെൻ ആൽവിൻ ഈസ് എ സൺ ഓഫ് റൈറ്റ് ഹാൻഡ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഹല്ലേലൂയ ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേല് ഹല്ലേലൂയ നമ്മൾ പറയുന്ന ഓരോ വാക്ക് ഒരു വചനം മാത്രമല്ല, ഓരോ വാക്കിന് പോലും വരാം. അതാണ് ദൈവം യാക്കോബിന്റെ പേര് പോലും മാറ്റിയത്. അബ്രഹാം എന്ന അബ്രഹാമിന്റെ പേരിലേക്ക് മാറ്റി. ഹല്ലേലൂയ. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം, അബ്രഹാമിന്റെ വാക്കിന്റെ അർത്ഥം ജാതികളുടെ പിതാവ്, ബഹുജാതികളുടെ പിതാവ്. സാറായുടെ പേര് മാറ്റി, സാറ എന്നാക്കി, പ്രിൻസസ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞു പോലും ഇല്ല. ദൈവം ഒരു കുഞ്ഞു പോലും ഇല്ല അബ്രഹാമിന്, പക്ഷെ പേര് ആദ്യമേ മാറ്റി. അതാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തി. ഒന്നുമില്ലെങ്കിലും ദൈവം അത് ചെയ്യും. ദൈവം അതാണ് പുതിയ നിയമത്തിലേക്ക് കാണുമ്പോൾ വിശ്വാസി അബ്രഹാം നീതിയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അത് പഴയ നിയമത്തിലും അതേ അധ്യായത്തിലുണ്ട്, റോമർക്ക് എഴുതിയ ലേഖനത്തിലും കാണാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം വിശ്വാസത്തിന്റെ ദൈവമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മുടെ ഭാഷ മാറ്റും, ദൈവം നമ്മുടെ ഇമേജസ് മാറ്റും. ഹല്ലേലൂയ സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഹല്ലേലൂയ 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 സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന ഈ സമൃദ്ധി, ഇതുപോലത്തെ സമൃദ്ധി. കഴിഞ്ഞ ദിവസം ഞാൻ യാദൃശ്യമായിട്ട് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അതിൽ പോർട്ടറിക്കോ എന്നാണോ പ്രൊണൗൺസിയേഷൻ? പോർട്ടറിക്കോ. ഓക്കെ. ആ രാജ്യത്തെ ഒരു സഭയിൽ ഡയമണ്ട്സ് വന്നിറങ്ങുക. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ. ഡയമണ്ട്സ് വീഴുക, പേൾസ്, ഡയമണ്ട്സ്. ഹല്ലേലൂയ. ഗോൾഡ് ഡസ്റ്റുകൾ. ഹല്ലേലൂയ. അത് തന്നെ ഇവിടെ സംഭവിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ചിലപ്പോൾ അത് ഇങ്ങനെ വീണില്ലായിരിക്കാം, റെയിൻ പോലെ വീണില്ലായിരിക്കാം. അവിടെ ആൾക്കാരുടെ കയ്യിലെല്ലാം ഓയിലൊക്കെ വീഴുക, ബക്കറ്റിൽ അവർ പിടിച്ചുകൊണ്ട് പോകണം. എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് അത് കാണാൻ നിൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് നമ്മൾ ഈ ഭയങ്കരമായ വിശുദ്ധിയും അതും പറഞ്ഞ് ദൈവത്തെ നമ്മൾ ഒത്തിരി ഒതുക്കി. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് എങ്ങനെ വേണമെങ്കിൽ പറയാം. യേശു ഒരു മീനിന്റെ വായിൽ നിന്നല്ല ചതുർമണം എടുത്തേ. യേശുവിന് എന്തൊക്കെ വേറെ രീതി ഉണ്ടായിരുന്നു, പക്ഷെ അതുപോലത്തെ ഒരു മിറക്കിൾ കാണിച്ചു. അത് ഇന്നും ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്നല്ലേ നമ്മുടെ അർത്ഥം. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യം തന്നെ. നമ്മളത് പറയുന്നുണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു മിറക്കിൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ല. 4000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് മന്ന വീണത്, ഏഞ്ചൽസിന്റെ ഭക്ഷണം, അത് ഇന്ന് സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ല. നമ്മൾ പ്രസംഗിക്കുക മാത്രമേ ഉള്ളൂ. ഈ പ്രസംഗിക്കുന്നവർ അതിനെതിരെ വഴി. ഇപ്പൊ ഗോൾഡ് വീണാൽ, അല്ലെങ്കിൽ ഗോൾഡ് ഡസ്റ്റ് വീണാൽ, അല്ലെങ്കിൽ ഡയമണ്ട്സ് വീണാൽ അതുകൊണ്ട് എന്ത് ദോഷം എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ God is a God of supernatural. അല്ല, ദൈവത്തിന് ഇപ്പൊ ആൾക്കാരിൽ നിന്നൊന്നും പൈസ വേണ്ട. സ്വർഗത്തിൽ നിന്ന് ഇറക്കി ഇഷ്ടമാതിരി ഡയമണ്ട്സും ഗോൾഡൊക്കെ അവിടെ ഉണ്ട്. പുതിയ യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നടബാധ ഗോൾഡ് കൊണ്ടാണ്, ഭിത്തി ലോകം ഇന്നേ വരെ ഭൂമി കാണാത്ത പോലത്തെ ഡയമണ്ട്സും പേഴ്സും കൊണ്ടാണ് ഭിത്തി വാൾസ് പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ദൈവത്തിന് എന്തെല്ലാം രീതിയിൽ നമുക്ക് വേണം നമ്മളെ റിച്ചാക്കാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഇവിടുന്ന് മൾട്ടി മില്യനേഴ്സ് എഴുന്നേക്കട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സുകാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടുന്ന് ഹല്ലേലൂയ സ്തോത്രം ഈ പറഞ്ഞ പോലെ ഹല്ലേലൂയ സ്തോത്രം രാജാക്കന്മാർ പോറ്റമ്മന്മാരും രാജ്ഞികൾ പോറ്റമ്മമാരുമായി തീരട്ടെ സഭയുടെ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ബുദ്ധിയിൽ
ഇപ്പൊ ഞാൻ പറയുന്നത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ ഒരു ആമീൻ പറ. ഒരു പ്രോഫറ്റിക് ആക്ഷനോട് എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഇന്ന് സംഭവിക്കില്ല, ഇന്ന് കണ്ടില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന് ഒരു നിമിഷം പോലെ വർഷങ്ങൾ വേണം ഒരു നല്ല വൈൻ ഉണ്ടാക്കാൻ. വർഷങ്ങൾ, 100 വർഷം ഉള്ള വൈൻ ലോകത്ത് ഇന്ന് ഭൂമിയിലുണ്ട്. കോടികൾ കൊടുക്കണം. കാരണം എത്ര വർഷങ്ങൾ ഇരിക്കുന്നോ അത്രമാത്രം വീര്യം കൂടുക. യേശു ക്രിസ്തു ആദ്യ അത്ഭുതം ചെയ്ത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അതിൽ നിന്നല്ലേ വർഷങ്ങൾ. നീ ഇത്രയും വീര്യമുള്ളത് നീ അവസാനത്തേക്ക് മാറ്റി വെച്ചെങ്കിൽ അത്ര വീര്യമുള്ളത് അവർക്ക് അവിടെ വിളമ്പിയതിൽ ഏറ്റവും ബെസ്റ്റാണ് ഒരു കല്യാണത്തിന് വിളമ്പുന്നത്. അതിനേക്കാൾ വീര്യമുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ ഒരൊറ്റ വാക്കിൽ 1 സെക്കൻഡിലുണ്ടായെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ ഇടിക്കരുത്. ഞാൻ ഉൾപ്പെടെ ദൈവത്തെ നമ്മൾ ഇടിക്കരുത്. ദൈവത്തിന് നമ്മളെ ബില്യനർ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷം മതി, ഒരൊറ്റ ഐഡിയ മതി, ഒരൊറ്റ ഐഡിയ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്വപ്നത്തിൽ യാക്കോബിന് കൊടുത്താണ് യാക്കോബ് മൾട്ടി മില്യണർ ആയിരുന്നത്. അതിനുശേഷം ചാപ്റ്ററിൽ എഴുതിയിരിക്കുക, ഹി ബിക്കം എക്സീഡിംഗ്ലി റിച്ച്, എക്സീഡിംഗ്ലി വെൽത്തി. എക്സീഡിംഗിൽ നിന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് എന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എക്സീഡിംഗ്ലി, ഒറ്റ ഐഡിയ. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കും. ഇംഗ്ലീഷ് ബൈബിളില് വാസ്തവത്തെ ഉറക്കം കൊടുക്കുന്നു തന്നെയാണ്, പക്ഷെ ഞാൻ ആ മലയാളം ഇംഗ്ലീഷും ഞാൻ എടുക്കുക. ശലോമോൻ ഉറക്കത്തിലല്ലേ ജ്ഞാനം കൊടുത്തേ? ലോകത്തെ ഏറ്റവും വലിയ ജ്ഞാനിയായിത്തീർന്നു. സമ്പത്തും ആ ഉറക്കത്തിൽ തന്നെ കൊടുത്തേ. അതിന്റെ ശലോമോനെ കുറിച്ച് പറയാ, നിന്നെ പോലെ സമ്പന്നൻ ഈ ഭൂമിയിൽ ഒരു രാജാവിനും ഉണ്ടാവില്ല. ഒരു രാജാവും അതുപോലത്തെ സമ്പന്നൻ ഉണ്ടാവില്ല. ഒരു എലോൺ മസ്ക് ഉണ്ടാവാൻ പോണില്ല. അതിനുമ്പ് കർത്താവിന്റെ വരവുണ്ടാവും. ശലോമോന്റെ കാലത്ത് ഗോൾഡ് സിൽവറിനൊന്നും വിലയില്ലായിരുന്നു എന്നാണ്. ശലോമോന്റെ ഹൃദയം അതുപോലെ ഒരു വചനമുണ്ട്. ശലോമോന്റെ ഹൃദയവും വിസ്റ്റവും വലുതായിരുന്നു. ഹിസ് ഹാർട്ട് വാസ് ലാർജ് എന്ന് തന്നെ, ലാർജ്നെസ് ഓഫ് ഹാർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവിനോട് പറഞ്ഞേ, നമുക്ക് ഒരു ഹൃദയ വിശാലതയും അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഒരു വിശാലത നമ്മുടെ ഹൃദയത്തിന് തരണേ. ഹല്ലേലൂയ, ഇടുക്കങ്ങളൊക്കെ പൊട്ടട്ടെ. ഹല്ലേലൂയ, സ്തോത്ര നിമിഷം എഴുന്നേറ്റ് നമുക്ക് ഞാൻ നിർത്തുക. ഞാൻ ഇത് പറഞ്ഞ ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രോഫിറ്റിക് ആക്ഷനെ കർത്താവിന്റെ ദാസൻ മുന്നോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഫിറ്റിക് ആക്ഷൻ ചെയ്യുക. ആത്മാക്കളൊക്കെ വരട്ടെ. അല്ലെങ്കിൽ കിഴക്കിനോട് പടിഞ്ഞാറിനോടും, അല്ലെങ്കിൽ ഈസ്റ്റിനോടും, വെസ്റ്റിനോടും, നോർത്തിനോടും, സൗത്തിനോടൊക്കെ കൽപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോഫിറ്റിക് ആക്ഷനൊക്കെ വഴി ഇങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. ഒരു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, റാബാ സേതേ രേബേ രേകാ റാബാ ഓരേ കേസേ കേതേരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റാബാ സേതേ രേകാ റാബാ 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 റമാനെ കോ സോതോ റോബോ റോബോ റേബേനെ കാ റമാനെ കോ സോതോ റോമോ സേതേ രേബേ. ഓ റമാനെ കാ റമാനെ കോ റോമോ സേതേ രേബേ രേബേ രെ കാ റമാനെ കാ റാബാ ലാ റമാനെ കാ റമാ. ഓ അബ്രഹാം അനുഗ്രഹമായതുപോലെ അനുഗ്രഹം വരുന്നുണ്ട്. അബ്രഹാം അനുഗ്രഹമായതുപോലെ അനുഗ്രഹം വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരുന്നുണ്ട്. എന്റെ അത്ഭുതം വരുന്നുണ്ട്. നിന്റെ മക്കൾ എല്ലാവരും യഹോവയിൽ ഉപദേശിക്കപ്പെട്ട് നിങ്ങളുടെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. ഹല്ലേലൂയ. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിയാന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ പുരാതന ശൂന്യങ്ങൾ അവർ പണിയും. അവരുടെ സമാധാനം വലുതുമായിരിക്കും. അവർ പ്രവാചകന്മാരും പ്രവാചികമാരുമായിരിക്കും. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ പ്രവാചകനായിരിക്കും. ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ശബ്ദമായിരിക്കും. യേശുവിന്റെ ശബ്ദമായിരിക്കും. ദൈവത്തിന്റെ ശബ്ദം ഈ ഭൂമിയിൽ അവരായിത്തീരും, ഞങ്ങളായിത്തീരും, ഈ സഭയായിത്തീരും. അത് ജനറേഷൻസിനാണ്, തലമുറയായിട്ട്. ആര് കടന്നു പോകാതെ വണ്ണം നീ നിർജ്ജനവും ദേശം
വർഷമായിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യമഹാത്മ്യവും തലമുറയുടെ ആനന്ദമാക്കി തീർക്കും. തലമുറയുള്ള ആനന്ദം, തലമുറയായിട്ടുള്ള ആനന്ദം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് അതാമസമെങ്കിൽ ഹല്ലേലൂയ ഈ തലമുറയെ നിൽക്കത്തില്ല, അടുത്ത തലമുറയെ നിൽക്കത്തില്ല. തലമുറകളായിട്ട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തലമുറ കർത്താവിനെ സേവിക്കും. ഹല്ലേലൂയ സ്തോത്രം. അവരെ അനേകം ഹല്ലേലൂയ ലോകത്തിന്റെ ശബ്ദം യേശുവിന്റെ ശബ്ദമായി തീരും. യേശുവിന്റെ ശബ്ദമായി തീരും. യേശുവിന്റെ ശബ്ദമായി തീരും. ദൈവത്തിന്റെ ശബ്ദമായി തീരും. ഞങ്ങൾ കർത്താവിന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പ്രവാചകന്മാരാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പ്രസിഡന്റുമാരോട് പ്രവചിക്കും. ഞങ്ങൾ പ്രസിഡന്റിനോട് പ്രവചിക്കും. ഞങ്ങൾ പ്രസിഡന്റിനോട് പ്രവചിക്കും. അങ്ങനത്തെ പ്രവാചകന്മാർ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. ഓ രാമാശ ഗവർണർമാരോട് സുവിശേഷം പറയുന്ന ഹല്ലേലൂയ സ്തോത്ര. കർത്താവിന്റെ അടിയിൽ ഒരു അവസരം തന്നു. അതുപോലത്തെ 100 കണക്കിന് അവര് ഞങ്ങളോട് വന്ന് സന്ധി ചെയ്യട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ അടുക്ക ചെന്ന് വീണ്ടും അവസരങ്ങൾ ഉണ്ടാവട്ടെ. കർത്താവേ, എനിക്ക് തന്നത് അതൊരു തുടക്കം മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവിന് എന്ത് സാധ്യമാണ്. ഹല്ലേലൂയ. അവരെ ഞങ്ങളുടെ മുമ്പിൽ അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവരോട് ഞങ്ങൾ സുവിശേഷം പറയാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ട വാക്കുകൾ ഞങ്ങളുടെ നാവിൽ തന്നതിനായി സ്തോത്രം. തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുള്ളതിനായി സ്തോത്രം. ഞാൻ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ന്യൂജേഴ്സിക്ക് പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി ഈ ദേശത്തെ സാഹസവും അതിനകത്ത് ശൂന്യ നാശം കേൾക്കുകയില്ല. ഇതിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും മതിലുകൾക്ക് സ്തുതി എന്നും പേർ പറയും. അല്ലെങ്കിൽ ഈ വചനം ഞാൻ ഈ ദേശത്തേക്ക് അയക്കുന്നു. വചനത്തിന് ശക്തിയുണ്ട്. ഇരുവായുത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. വചനം ജീവനാണ്. വചനം തീയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ തീ ഞാൻ അയക്കുകയാണ്. ദൂതന്മാർ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൂതന്മാർ ഈ ദേശത്തിറങ്ങി പ്രവർത്തിക്കട്ടെ. ചില പാമ്പുകളൊക്കെ ചാവട്ടെ. ചില ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പാമ്പുകളെയൊക്കെ തല്ലി അവര് ഹല്ലേലൂയ സ്തോത്രം അത് ചാരമായി പോട്ടെ. അതിന്മേൽ ഞങ്ങൾ തീ അയക്കുന്നു. ഞങ്ങളത് വിശ്വാസ കണ്ണാൽ കാണുകയാണ്. തീയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ വർദ്ധിക്കുന്നതിനായി സ്തോത്രം. Oh, increase the anointing, Lord. Increase the fire anointing. Increase the angelic protection. Oh, ഈ angelic assist ഞങ്ങൾക്ക് വർദ്ധിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യട്ടെ. ദേശത്തിറങ്ങി ഞങ്ങൾ നടക്കുമ്പോൾ, ഞങ്ങൾ ഒരു പ്രോഫറ്റിക് ആക്ഷൻ ചെയ്യുമ്പോൾ ദൂതന്മാർ ഞങ്ങൾക്ക് ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്ത് ചുറ്റുമായി ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സേവകാത്മാക്കളായ ദൂതന്മാർ, ഞങ്ങളുടെ സുഹൃത്തുക്കളായ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. രാമാ ശേതേ രേമാ ലാരാമാ ശേതേ രേ രാമാ മാമാ ശേതേ രേകാ ഛാരാ മാനെ കോലോ റോമോ ശേതേ രേവേ സാദാ രാമാ ലേകാ ലാരാമാ ശേതേ രേകാ ഛാരാ മാനെ കോലോ ശേതേ രേ മേരേ കാ ഛാരാബാ ഓരാ മാനെ കാലാബാ. ഹല്ലേലൂയ. യെശയ്യാവ് 54 ഈ സഭയിൽ സംഭവിക്കട്ടെ. യെശയ്യാവ് 54 ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ഫാമിലിയിലും ഈ ചർച്ചിൽ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ഫാമിലിയിലും ചർച്ചിൽ യെശയ്യാവ് 54 സംഭവിക്കട്ടെ. ആ ബാരൻനെസ് ബ്രേക്ക് ആവട്ടെ. ഹല്ലേലൂയ. പ്രോസ്പെരിറ്റിയിലേക്ക് നടത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് ദേശം കാണത്തക്കവണ്ണം ഹല്ലേലൂയ ഒരു ഇസഹാക്കിന്റെ കൂടെ ദൈവം ഉണ്ട് എന്ന് കണ്ട് അവർ വന്ന് സന്ധി ചെയ്ത പോലെ ചില ദൈവ പ്രവർത്തികൾ സംഭവിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. Thank you for the spirit of the Lord is upon us. The spirit of the Lord is upon this church. Hallelujah. അത് ദൈവം കാണട്ടെ, ലോകം കാണട്ടെ, ജാതികൾ അത് കാണട്ടെ. നീതിസൂര്യനായ അങ്ങ് അവിടെ ഉദിച്ചു നിൽക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്മേലും ഹല്ലേലൂയ സഭയുടെ മേൽ നീതിസൂര്യനായ അങ്ങ് ഹല്ലേലൂയ ഉദിച്ചു നിൽക്കുന്നതിനായി സ്തോത്രം. അത് ലോകവശാന്തോടുകൂടെ വെളിപ്പെട്ടതിനായി സ്തോത്രം.
പേരിൽ അറിയപ്പെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഡെലിവറൻസ് വേണ്ടവരല്ല ഈ സഭയിലേക്ക് കടന്നു വരട്ടെ. ഡെലിവറൻസ് ഹീലിംഗ് വേണ്ടവരല്ല ഈ സഭയിലേക്ക് കടന്നു വരട്ടെ. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഓ റബ ശേദേ ലേലേ, നിന്റെ സൂര്യൻ അസ്തമിക്കില്ല. സൂര്യനെ ഇനി ഹല്ലേലൂയ ഈ ഭൂമിയിലെ സൂര്യനല്ല നമ്മളെ ഹല്ലേലൂയ എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ ക്രിസ്തു 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 എന്ന നീതി സൂര്യൻ, യേശു എന്ന നീതി സൂര്യൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവയുടെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെടുന്ന ഭൂമിയിലെ സകല ജാതികൾ കണ്ട് ഭയപ്പെടും. യഹോവയുടെ നാമം ഈ സഭയുടെ മേൽ വിളിക്കപ്പെടുന്ന ഭൂമിയിലെ സകല ജാതികൾ കണ്ട് ഭയപ്പെടും. യഹോവയുടെ നാമം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുവെന്ന് അത് കണ്ട് ഭൂമിയിലുള്ള സകല ജാതികളും ഭയപ്പെടും. ഹല്ലേലൂയ, അവർക്കെതിരെ ഹല്ലേലൂയ സ്തോത്രം ഒരു ജാതിക്ക് നിൽക്കാൻ കഴിയില്ല, ഒരു രോഗത്തിനും നിൽക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, യോശുവോട് പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിനക്കെതിരെ നിൽക്കില്ല. അത് ദൈവത്തിന്റെ വചനമാണ്. ഒരു ജാതി അവരുടെ മേൽ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ മേൽ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും ഹല്ലേലൂയ നിൽക്കത്തില്ല. ഈ സഭയ്ക്കെതിരെ ഒരു മനുഷ്യനും നിൽക്കത്തില്ല. ഒരുത്തൻ നിന്നോട് കലശം കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശം കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത ഓരോ ആയുധത്തിൽ നിൽക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കുവാൻ സംഹാരകനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. നിനക്ക് എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കുകയില്ല. ഈ സഭയ്ക്ക് വിരോധം ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കുകയില്ല. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വിരോധം ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കുകയില്ല. സകല പ്ലാനുകൾക്കെതിരെ യേശു ക്രിസ്തുവിന്റെ രക്തം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ വെളിപ്പെടട്ടെ.
the Lord spoke unto Moses, saying, Speak unto Aaron and his sons, saying, On his voice ye shall bless the children of Israel, saying unto them, The Lord bless you and keep you. The Lord make his face shine upon you and be gracious unto you. The Lord lift up his countenance upon you and give you peace. In Jesus' name, amen. Amen.